ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്ന് പകൽ മൊത്തം എന്താ പറയുക തിരക്കും ഒക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നതേ പതിവുപടി രാവിലെ എണീറ്റു. ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ രാവിലെ നേരത്തോടെ എണീക്കേണ്ടെന്ന്. കാരണം രാത്രി വല്ലാണ്ട് വൈകാണ്ട് കിടക്കണോ ഒക്കെ ഭയങ്കര കൃത്യം കാണിച്ചൊക്കെ ആയിട്ടോ. എൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ കൃത്യമായി. അങ്ങനെ ഞാൻ എണീറ്റപ്പോൾ തൊണ്ടയ്ക്കൊരു പിടുത്തം ഇന്ന് പതിവില്ലാണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്നലെ ഞാൻ നല്ലോണം എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു തലയിൽ. കുളിക്കാൻ ഇത്തിരി ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് ഒരു ചെറിയൊരു തൊണ്ടയിലൊരു അസ്വസ്ഥത. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് നല്ല ചുക്ക് കാപ്പി വെച്ചു കേട്ടോ. അപ്പോൾ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഡാഡിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എണീറ്റ് ഒരു ചുക്ക് കാപ്പിയൊക്കെ വെച്ച് എനിക്ക് ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പോൾ ഡാഡിക്ക് കാപ്പി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഡി കട്ടൻ രാവിലെ വെക്കും. അപ്പോൾ ഡാഡിയുടെ കട്ടൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് എന്താ പറയുക ഇത്തിരി നല്ല ചൂടുള്ളത് ചെന്നപ്പോൾ നല്ല സുഖം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വേറെ കുറേ കാര്യങ്ങളായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നും നടന്നില്ല. രാവിലെ തന്നെ കറണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്കറിയാമല്ലോ, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെന്ന് അങ്ങോട്ട് ചുറ്റിപ്പോവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നായപ്പോൾ രാവിലെ തന്നെ ഉപ്പുമാവും കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു. ഡോണിന് ഇന്ന് ഫുഡ് വേണ്ടായിരുന്നു, കാരണം അവനിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഡോൺ രാവിലെ പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നും കൂടി ചുരുങ്ങി ഭക്ഷണത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതുണ്ട് നമ്മുടെ ചുക്ക് കാപ്പി. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷനിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ലിങ്കല്ല, ഫോൺ നമ്പറുണ്ട് ആ ബോക്സുമേ. ഭയങ്കര എന്താ പറയുക, ഒന്നും വേണ്ട, അതിൽ നിന്ന് ഒരു ബാർ എടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിലിടുക, അത് തിളയ്ക്കുമ്പോൾ കുടിക്കുക. കാപ്പിപ്പൊടി ഒന്നും ഇടണ്ട. ഭയങ്കര എന്താ പറയുക, തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ബോക്സുമേ നമ്പർ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഓർഡർ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. നാളെ എങ്ങാനും ഷെയർ ചെയ്യാം. ഞാൻ ഇന്നത് ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചേനെ. അങ്ങനെ ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ പതുക്കെ ഓരോരുത്തർ എണീറ്റ് തുടങ്ങിയിട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുവിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. തോമു ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പറയുകയാണേ, മമ്മി മമ്മി എൻ്റെ അമ്മ ഡിവൈൻ യൂട്യൂബറാണ്, പിന്നെ ഓച്ചു യൂട്യൂബറാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാനോടാ അമ്മാമ്മയും യൂട്യൂബറാണ്, മമ്മിയും യൂട്യൂബറാണ്. ഞാൻ ചോദിച്ചു ഇതാരാ നിനക്ക് പറഞ്ഞു തന്നെ? അതെനിക്കറിയാം, എന്നോട് അവിടെ പറഞ്ഞു യൂട്യൂബറാണ്. അപ്പോൾ 3 പേരും യൂട്യൂബേഴ്സാണ് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടികൾ വലുതാകുമ്പോഴാണ് നമ്മളിതൊക്കെ പുറമേ നിന്ന് പോയി വരുമ്പോൾ നമ്മളിങ്ങനെ ഒരേ പുതിയ കാര്യങ്ങൾ അറിയണത് കേട്ടോ. ഇപ്പോൾ തോമും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോ ദിവസം വരുമ്പോൾ അവർ പുതിയ അറിവും കൊണ്ടാണ് വരിക. ഇത് ഇന്നിങ്ങനെ പറഞ്ഞു, ഇന്നങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ സോളാറിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരനോട് കൂടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലും ഒന്ന് കയറി ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ഓടുകയാണ് നമ്മുടെ ചാക്കോച്ചൻ. ഗേറ്റ് തുറന്ന് കണ്ടപ്പോൾ ചാക്കോച്ചനും പാച്ചുമാണ് ഗേറ്റ് തുറന്നാൽ പുറത്തേക്ക് ഓടാൻ ഇഷ്ടമുള്ള ആൾക്കാർ. തോമു ആ കാര്യത്തിൽ ഭയങ്കര ഡീസൻ്റ് കേട്ടോ. അവന് ഭയങ്കര പേടിയാണ്. ഒരു കാർ തന്നെ വരണ അവ ഓടി അകത്തേക്ക് കയറും. അങ്ങനെയാണ് തോമു കേട്ടോ. കാണുമ്പോൾ അവൻ ഭയങ്കര സംഭവം തോന്നും, പക്ഷേ പാവാണ്. അങ്ങനെ ചാക്കോച്ചൻ കണ്ടോ പോയിട്ട് അവിടെ നിന്നിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള മൽപ്പിടുത്താണ് കേട്ടോ അവിടെ. അങ്ങനെ എന്താ പറയുക രാവിലെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും വിചാരിച്ചത് കറണ്ടിൻ്റെ ആളാണെന്നാണ്, പക്ഷേ നോക്കിയപ്പോൾ സോളാറിൻ്റെ ആളാണ്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മളൊപ്പം നിൽക്കണം, കാരണം മുകളിൽ കയറിപ്പോകണം. അപ്പം മുകളിൽ അറിയാമല്ലോ, നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കൂടെയാണ് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും. അവിടെ നിന്ന് മുകളിലേക്കും. അപ്പോൾ എപ്പോഴും ഒരാൾ കൂടെ വേണം. പുറത്ത് കൂടെ കോണിയില്ലാത്ത കാരണം അകത്ത് കൂടെ തന്നെയാണ് എല്ലാതും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആളിതേ ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർസൊക്കെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്തു. തോമുതാ റെഡിയായിട്ട് ഓടി വന്നു. അപ്പോൾ സമയം ഞാൻ പറയാറില്ല, പെടാന്നാണ് നീങ്ങി പോവുക. അപ്പോൾ ഇന്ന് തോമുച്ചേട്ടൻ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര വലിയ കുട്ടിയായിട്ടാണ് കേട്ടോ പോയത്. പാച്ചു പിന്നെ ഓൾറെഡി എന്താ പറയുക ഡ്രസ്സൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഇവർ ഇറങ്ങാൻ നേരത്ത് ഞാൻ അപ്പുറത്ത് വാഷിംഗ് മെഷീൻ, ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയിന്ന്, വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതും കറണ്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഇന്ന് എന്തിട്ടായിരുന്നു എന്ന് വെച്ചാൽ, ഡാഡിയും ഞാനും കൂടിയിട്ട്, ഞാനും ഡാഡിയും ഡിവൈനും ഡിംപിളും ചാക്കോച്ചനും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അവൻ്റെ റിവ്യൂവിന് സമയമായി. അത് കഴിഞ്ഞ് ഡാഡിയുടെ സ്കാനിങ്, അത് കഴിഞ്ഞിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ച് പോരിനോട് കൂടിയിട്ട് തോമുവിനെ കൊണ്ടുപോയിട്ട് വാക്സിൻ എടുത്ത് ഒന്നിച്ച് മടങ്ങാം. ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കറണ്ട് പോയോട് കൂടിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ തകിടം പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ.
രാവിലെ സീമാസി പോയിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുറേ നൈറ്റികൾ എടുത്തുകൊണ്ട് നിന്ന് അപ്പോൾ 2 നൈറ്റി എനിക്ക് പറ്റണില്ല അത് ഇടാനായിട്ട്. എനിക്ക് നല്ല വട്ടം ഉണ്ടായാലേ പറ്റുള്ളൂ. കട്ടിൻ്റെ നൈറ്റി എനിക്ക് പറ്റില്ല. അപ്പോൾ ഡിംപിൾ കണ്ടപ്പോൾ അങ്ങനത്തെയാണെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. പക്ഷേ ഇവിടെ വന്ന് നിർത്തി നോക്കിയപ്പോൾ എടുത്തത് തെറ്റിയിട്ടാന്ന് തോന്നുന്നുണ്ട്. 2 കട്ടാണ് വന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് രാവിലെ ഇവർ പോണോട് കൂടിയിട്ട് അത് മാറ്റണം. അതൊക്കെയാണ് പ്ലാനായിരുന്നത്. പക്ഷേ കറണ്ട് പോയോട് കൂടിയിട്ട് കംപ്ലീറ്റ് പ്ലാൻ തെറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോവാം. അപ്പോൾ ഹോസ്പിറ്റൽ കേസും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് നാളേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ദേ ചാക്കോച്ചനാണ് ഫസ്റ്റ് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികളെ കൊണ്ടാക്കി വന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതും നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കറണ്ട് വന്നും പോയും കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി അങ്ങനെ ഇട്ടിട്ട് നമ്മൾ പോയി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്കത് എന്തോ ഒരു തൃപ്തിയില്ല. വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എനിക്കത് നിർത്തിയിടണം ഒരു നിർബന്ധം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ടാവാമെന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഡിംപിൾ കിച്ചണിലേക്ക് ഓടി. കാരണം പറഞ്ഞില്ലേ നമ്മൾക്ക് പോകേണ്ടി വരുമെന്ന്. അപ്പോൾ കിച്ചണിലത്തെ പണികൾക്ക് വേണ്ടി ഡിംപിൾ ഓടി. പിന്നെ നമ്മുടെ ഡിവൈൻ സൈഡിൽ ഒന്ന് നനയ്ക്കാനും എടുക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ നിറച്ച് ഇലയും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പിന്നെ അതൊന്ന് അടിക്കാം. അപ്പോൾ ഞാൻ നനയ്ക്കാൻ നിന്നത്. അപ്പോൾ ഡിവൈനും കൂടി കൂട്ടത്തിൽ അങ്ങോട്ട് കൂടി ഡിവൈൻ ആ സൈഡൊക്കെ ഒന്ന് നനച്ച് വന്നു. അപ്പോൾ പിന്നെ ആ ഒരു പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങേപ്പുറം അവർ വന്ന കാരണം പട്ടികളെ 3 പേരെയും പൂട്ടിയിട്ടൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം പനിക്കൂർക്കയുണ്ട്. നല്ല മണം ഇവിടെ നനയ്ക്കുമ്പോൾ. ഒരു 6-7 ചട്ടി പനിക്കൂർക്കയുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇനി സെറ്റാക്കി ചട്ടിയിലേക്ക് പകർത്തി വെക്കണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ശരിക്കും ഒരു പാക്കറ്റ് മറ്റേ ചകിരിച്ചോറ് കൊണ്ടുവന്നതാണ്. പക്ഷേ കൊക്കുബിറ്റ് എന്ന് പറയില്ലേ കൊണ്ടുവന്നത്. പക്ഷേ അത് തൊടാൻ പോലുള്ള നേരം കിട്ടിയിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ പറ്റണില്ല ഒരു കാര്യം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അകത്ത് വന്നു. ഞാൻ അറിയാമല്ലോ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ കാര്യങ്ങളാണ്. അപ്പോൾ ചാക്കോച്ചൻ എൻ്റെ ഒക്കത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡിവൈനോട് പറയും ചാക്കോച്ചൻ എൻ്റെ ഒക്കത്തിരിക്കുമ്പോൾ ഡിംപിളിനെ എടുത്ത ഓർമ്മയാണെന്നുള്ളത്. അപ്പോൾ ഡിംപിൾ ഇന്ന് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛന് കൊടുത്തയക്കണതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ഒരു 3 നൂലപ്പം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കടലക്കറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടലക്കറിയും ഒക്കെ കൂട്ടി ഞങ്ങളൊക്കെ അത് കഴിച്ചിട്ട് ഡാഡി മക്കളും കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ചയിലത്തെ പരിപാടി സാധാരണ ഞാനാണ് ചെയ്യാറ്. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ തലചുറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഒന്ന് പോയി കിടന്ന് എണീറ്റ് വരുമ്പോഴേക്കും പിള്ളേർസ് എത്തുമ്പോഴേക്കും ഡിംപിളിൻ്റെ വക ഫുഡ് ലഞ്ച് ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാനാണ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഡിംപിൾ അത് ചെയ്തു. നല്ല രസം, നല്ല നാടൻ ഊണെന്ന് പറയില്ലേ, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ നല്ല പയർ ഉപ്പേരി, പയറുപ്പേരി, പിന്നെ മീൻ വറുത്തത് കൂട്ടിയിട്ട് സുഖമായിട്ടുള്ള ഊണായിരുന്നു. അപ്പോൾ ഡാഡി ബേബി സണ്ണിൽ നിന്ന് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കുറേ ലീലാമിച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, കേക്കായിട്ടും കുക്കീസായിട്ടൊക്കെ. അപ്പോൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇവരുടെ ചോറും പാത്രത്തിൽ കൊള്ളി വറുത്തതൊക്കെ കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇവരെ വഴക്ക് പറഞ്ഞു, നിങ്ങളെന്നും ഒരേ സാധനങ്ങൾ കൊടുത്തയക്കാണ്ട് കൊക്കുവട, കൊള്ളി വറുത്തത്, കായ വറുത്തതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തയക്കുമ്പോൾ അവർക്കതൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഡാഡി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഉച്ചയിലത്തെ ഊണ് ഞാൻ പറഞ്ഞില്ലേ നല്ല നാടൻ ഊണ് എന്ന് പറഞ്ഞില്ലേ, നല്ല ചൂട് ചോറും നല്ല ഡിംപിൾ സ്വതവേ മറ്റേ പയറ് കാച്ചുമ്പോൾ എനിക്കിഷ്ടമാണ്. ഡിംപിൾ വയ്ക്കുന്ന പയറുപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അക്കി റോസൊക്കെ പറയും ഭയങ്കര ടേസ്റ്റാണെന്നുള്ളത് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് മീൻ വറുത്തതൊക്കെ കൂട്ടി സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ രണ്ടാമത് വീണ്ടും സ്റ്റോക്ക് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒന്നും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വീഡിയോയുടെ ലെങ്ത്തും തീരെയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നല്ല മാലകളാട്ടോ. ഇതിന് എത്ര ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. സംഭവം ഇത് നെക്ലസ് പോലെ വരണമെങ്കിലും നമുക്കിത് ബാക്ക് ചെയിൻ ഇട്ടിട്ട് 8 പിടി വേണമെങ്കിൽ ആക്കാം കേട്ടോ. അപ്പോൾ ഒരു താലിമാലയുടെ കൂടെ ഇതിടുമ്പോൾ നല്ല ഭംഗിയാണ്. അധികം വിലയുമില്ല കേട്ടോ. പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഇത് 3 ഡിസൈനിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നവരത്നത്തിൻ്റെ കണ്ടമാനം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഒരു പാറ്റേൺ 2 വട്ടം മാത്രമേ വന്നുള്ളൂ, നടുക്ക് പേളായിട്ടുള്ളത്. അത് കുറേ പേർക്ക് എനിക്ക് കാശ് വാങ്ങിയെങ്കിലും കൊടുക്കാൻ പറ്റാണ്ടായി. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ നിവൃത്തിയില്ല. പിന്നെ അത് വന്നില്ല. ഇഷ്ടം പോലെ കളക്ഷൻസ്. പിന്നെ ഇപ്പോൾ ജെൻസിൻ്റെ നവരത്നം മോതിരം വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടെ ഇടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വിട്ടുപോയി. ഇതൊരു പ്രത്യേകതരം റിങ്ങാണ്. അത് കുറേ പോയി. എന്തോ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് എല്ലാവർക്കും. അത് കുറേ പോയിട്ടുണ്ട്. പിന്നെ എന്തുട്ടാണ്
നവരത്നമാണ് മെയിനായിട്ട് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് പോകുന്നത്. പിന്നെ കോറൽ, ടർക്കോയ്സ് ബ്ലൂ, ഇതിൻ്റെ തന്നെ എല്ലാ മിക്ക കളേഴ്സും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ വള. ഇതിപ്പോൾ കോറലാണ്. അപ്പോൾ അങ്ങനെ കോറൽ, പിന്നെ ലാവൻഡർ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു കൂട്ടർക്ക് വേണ്ടി പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലോക്കറ്റാണ്. ഭയങ്കര ഭംഗി കേട്ടോ. ഇതിങ്ങനെ കാണുന്ന പോലെയല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഓർണമെൻറ്റ്സ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ദേ രാത്രിയായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പർ ഉണ്ണിയപ്പം കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ചപ്പാത്തിയും ചിക്കനും സബോളയാണ്. അപ്പോൾ ഉച്ചയിലത്തെ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പിടി ചോറാണ് ഉണ്ടത് കേട്ടോ. എനിക്കെന്തോ ആ ചോറ് രസവും പയറുപ്പേരിയൊക്കെ കൂട്ടിയപ്പോൾ നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ഇത്തിരി ചോറ് ചൂടാക്കി അത് ചൂട്ടോടെ കഴിക്കുകയും ചെയ്തത്. അപ്പോൾ ചപ്പാത്തി വാങ്ങിച്ചതിൽ ഒരു പാക്കറ്റ് ബാക്കി വെച്ചു നാളെ രാവിലെ പൂരി ഉണ്ടാക്കാൻ. അതിലേക്കുള്ള പരിപ്പ് കറി ഡിവൈൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിള്ളേർസാണ് കിച്ചണിൽ കയറിയത്. ഞാൻ ഫുൾ റെസ്റ്റായിരുന്നു. എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ലേ ഒരു പരിക്കണ ഒരു കോള് വന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് കിച്ചണിൽ ഞാൻ അധികം കടന്നിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം നേരത്തെ കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരു ഗ്ലാസ് ചൂടുള്ള കാപ്പിയും കൂടി കുടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഈ 3 in 1 എങ്ങനെയുണ്ടെന്ന്. നല്ല സംഭവം കേട്ടോ. വേറെ അങ്ങനെ കൂടുതൽ കാശും പറയാൻ പറ്റില്ല. ഒരു ഗ്ലാസ്സിന് 10 രൂപ കഷ്ടിയാവണേ ഉള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പാലിൽ ഒരിത്തിരി പേരിന് പാലിലാണ് ശരിക്കും 2 ഗ്ലാസ് വെള്ളം, അതായത് പാലും വെള്ളം 2 ഗ്ലാസ്, അതിൽ ഈ ഒരു ഗ്ലാസ്സിന് 2 സ്പൂൺ എന്നാണ് ഒഴിച്ചപ്പോൾ നല്ല സൂപ്പർ കോഫി കേട്ടോ. നല്ലോണം ആറ്റിയെടുക്കുമ്പോൾ നല്ല പതയുള്ള നല്ല കാപ്പി. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കും, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഉഷാറായിട്ട് വരുന്നുണ്ട്. കാരണം ഇന്ന് ഞാൻ പലതും പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. നമ്മൾ പറയില്ലേ നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല നടക്കുക എന്നുള്ളത്. ഇപ്പോൾ നാളെ ഡോക്ടറെ അടുത്ത് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയില്ല. നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അപ്പാപ്പ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നാളെ നല്ല വിശേഷമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നിങ്ങളും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.